നമ്മൾ നേരത്തെ പറഞ്ഞ കുളത്തൂപ്പുഴ ക്ഷേത്രത്തിന് സമീപത്തുകൂടി ഒഴുകുന്ന ഒരാറുണ്ട്. അതിൻ്റെ പേരാണ് കല്ലടയാറ്. കല്ലടയാറിലെ മത്സ്യങ്ങളെയാണ് തിരുമക്കൾ എന്ന് വിളിക്കുന്നത്. അതെങ്ങനെയാ ഗുരുജി ആ മീനുകൾക്ക് അങ്ങനെ ഒരു പേര് വന്നത്? പറയാം. കല്ലടയാറിൻ്റെ അഗാധതയിൽ ഒരിക്കൽ ഒരു ജലകന്യക തപസ്സിരുന്നു. സാക്ഷാൽ ശാസ്താവിനെ ഭജിച്ചുകൊണ്ടായിരുന്നു ആ ജലകന്യകയുടെ തപസ്. തമാലശ്യാമളം ഭദ്രം പിംഗളകൽപ്പസുന്ദരം അധിജ്യ കാർമുകം വന്ദേ സത്യമൗവ്യക്തയൗവനം. എന്റെ പ്രാർത്ഥന സഫലമായി. ഇത്രയും വേഗം അങ്ങയുടെ ദർശനം ലഭിക്കുമെന്ന് ഞാൻ കരുതിയില്ല ദേവ. എന്തിനു വേണ്ടിയായിരുന്നു നിന്റെ തപസ്? എന്താണ് നിന്റെ ആഗ്രഹം? പറഞ്ഞാലും. ദേവ, അവിവേകമാണെങ്കിൽ തിരുവുള്ളം കൊണ്ട് മാപ്പാക്കണം. നിന്റെ ആഗ്രഹങ്ങൾ പറഞ്ഞാലും നാം കേൾക്കട്ടെ. അങ്ങയെപ്പോലെ സുന്ദരനും സുമുഖനുമായ ഒരാളെ ആരാണ് മോഹിക്കാത്തത്? പ്രഭു, അങ്ങയുടെ ദിവ്യരൂപം ഈ ഉള്ളവളുടെ മനസ്സിനെ ആകെ ചഞ്ചലപ്പെടുത്തുന്നു. അങ്ങയെ പതിയായി വേണമെന്നുള്ളത് ഈ ഉള്ളവളുടെ ആഗ്രഹമാണ്. അതിനുവേണ്ടിയാണ് ഈ തപസ്. നിനക്കെന്തും ആഗ്രഹിക്കാം, അതൊരു തെറ്റല്ല. പക്ഷേ നീ ഒരു മത്സ്യകന്യകയാണെന്നുള്ള ബോധം ഒരിക്കലും വിസ്മരിക്കരുത്. സമസ്ത പ്രപഞ്ചത്തിനും മാനവരാശിക്കും നന്മ ചെയ്യുകയാണ് നമ്മുടെ ലക്ഷ്യം. ആയതിനാൽ നീ നിന്റെ വൃഥാമോഹങ്ങൾ ഉപേക്ഷിച്ചാലും. ഇല്ല പ്രഭു, എൻ്റെ തീരുമാനങ്ങളിൽ നിന്നും ഞാൻ പിന്നോട്ടില്ല. ഞാൻ അങ്ങയെ മനസ്സാ വരിച്ചു കഴിഞ്ഞു. സാധ്യമല്ല. നിനക്ക് വേണമെങ്കിൽ ഈ പുഴയിൽ മത്സ്യങ്ങൾക്കൊപ്പം ഭഗവാന്റെ തിരുമക്കളായി എപ്പോഴും കഴിയാം. നിങ്ങൾക്കുള്ള അന്നത്തിന് ഇവിടെ ഒരു കാലത്തും യാതൊരു കുറവുമുണ്ടാവില്ല. നമ്മെ ദർശിച്ച് അനുഗ്രഹം തേടാൻ വരുന്ന ഭക്തർ നിങ്ങൾക്ക് മീനൂട്ട് നടത്തും. നിങ്ങൾക്കൊരിക്കലും നാശമുണ്ടാവില്ല. ആരും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. പ്രത്യുപകാരമായി ഭക്തരുടെ ചർമ്മ സംരക്ഷണം നിന്നിൽ നിക്ഷിപ്തമാണ്. നമ്മുടെ ഈ ആജ്ഞ നീ അനുസരിച്ചാലും. മംഗളം ഭവിക്കട്ടെ. ഓം മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപണേ അഗ്രതോ ശിവരൂപായ വൃക്ഷരാജായതേ നമഃ. ഞാൻ എന്ത് തെറ്റാ തമ്പ്ര ചെയ്ത്? എന്തിനാ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ധിക്കാരി, നീ ആരോട് ചോദിച്ചിട്ടാ ഇവിടെ വിളക്ക് തെളിയിച്ചേ? ഇവിടെയാണ് തമ്പുരാൻ നാട്ടുകൂട്ടം നടത്തുന്നതെന്ന് നിനക്കറിയില്ലേ? അടിയൻ നല്ല ഉദ്ദേശത്തോട് ചെയ്താ തമ്പ്ര. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര് കുടികൊള്ളുന്ന ആൽമരങ്ങള് ആൽമരച്ചോട്ടി വിളക്ക് കൊളുത്തി മന്ത്രം ചൊല്ലി 7 വലം വെച്ചാൽ പഞ്ചാമൃതം കഴിച്ചതിന് തുല്യം അമ്പ്ര. അത് മാത്രമല്ല അമ്പ്ര, സർപ്പങ്ങൾ ഒരുപാടുള്ള നാടല്ലേ. കുളത്തൂപ്പുഴ ക്ഷേത്രത്തിൽ പോകുന്നവര് ഇവിടുത്തെ ഈ നാഗങ്ങളെയും കണ്ട് തൊഴുതിട്ട് പോകുന്നത്
നല്ലതാന്ന് വിചാരിച്ചിട്ടാ തമ്പ്ര. തർക്കുത്തരം പറയുന്നോടാ വലിച്ചെടുത്ത് കളയല്ല. തമ്പ്ര അതെടുത്ത് കളയല്ലേ. അയ്യോ അയ്യോ. അയ്യോ. നാഗദൈവങ്ങളെ. ഇവിടെ ഈ ആൽമര ചുവട്ടിലിരിക്കാൻ എന്തുകൊണ്ടും യോഗ്യൻ നാടുവാഴിയായി നാം മാത്രമാ. ഇവിടെ ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനുമെല്ലാം ഈ ഞാൻ തന്നെയാ. ഒരു ഈശ്വര വിശ്വാസി വന്നിരിക്കുന്നു. അയ്യോ അങ്ങനെ പറയരുത് തമ്പ്ര, ദൈവകോപം ഉണ്ടാവും. ആദ്യം എന്റെ കോപത്തിനുള്ള ശിക്ഷ ഇവൻ അനുഭവിക്കട്ടെ. 6 ചാട്ടവാറടി ഇവനെ ശിക്ഷ വിധിച്ചിരിക്കുന്നു. ഇവനെ പിടിച്ചവിടെ കിട്ട്. അയ്യോ 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 അമ്മേ. അങ്ങോട്ട് നീ അമ്മേ. എന്റെ നാഗദൈവങ്ങളെ. അയ്യോ എന്റെ മോനെ. അയ്യോ ഇവിടെ ഇഷ്ടം പോലെ മീനാണങ്ങുന്നേ. ഇവിടെ ഇങ്ങനൊരു സ്ഥലമുള്ളത് ഇതുവരെ അറിയാതെ പോയല്ലോ. മീനാക്ഷി ഇങ്ങോട്ട് താമസം മാറിയത് കൊണ്ടാ നമുക്ക് ഈ സ്ഥലം കാണാൻ സാധിച്ചേ. അതെ അതെ. ഇട ചിന്ന, അതാ ഒരു വലിയ മീൻ പോകുന്നു. നോക്കി കുത്ത്. നിത്യവും വന്ന് പിടിച്ചാലും തീരാത്തത്ര മത്സ്യങ്ങളുണ്ട്. നമുക്കും നമ്മുടെ മകൻ ഗൗതമനും മത്സ്യം വളരെ ഇഷ്ടമാണ്. പക്ഷേ ഗോമതിക്ക് അത്ര പദ്യമല്ല. അവൾക്ക് ഈ പൂജയും വഴിപാടും വ്രതവും ഒക്കെ അല്ലേ. അതിന്റെ പോരായ്മ നികത്താനല്ലേ മീനാക്ഷി. കുറച്ച് മത്സ്യം മീനാക്ഷിയുടെ വീട്ടിൽ എത്തിക്കണം. മീനാക്ഷിക്ക് മീൻ വളരെ ഇഷ്ടമാണ്. അതെങ്ങനെ നിനക്കറിയാം? അത് അങ്ങൊന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടേ. എടാ നോക്കി കുത്ര. ശിവ ശിവ ഭഗവാനെ, കൊളത്തൂപ്പുഴയപ്പ, എന്താ ഈ കാണുന്നത്? ഭഗവാന്റെ തിരുമക്കളെ ഉപദ്രവിക്കുക. നിർത്തുക, നിർത്തുക. എന്ത് നിർത്താൻ? തിരുമക്കളെ പിടിക്കരുത്, അത് പാപമാണ്. തിരുമക്കളോ? അതെ, ഈ മത്സ്യങ്ങൾ കൊളത്തൂപ്പുഴയപ്പന്റെ തിരുമക്കളാണ്. ഈ നാട് വാഴുന്ന നാമാണ്. ഏതപ്പന്റെ തിരുമക്കളായാലും നാം അതിനെ പിടിക്കും, ഭക്ഷിക്കുകയും ചെയ്യും. നമ്മോട് കൽപ്പിക്കാൻ നിങ്ങൾ ആരാ? കൽപ്പനയല്ല, അപേക്ഷയാണ്. ഇത് ദൈവനിന്ദയാണ്, തടയാതിരിക്കാനാവില്ല. മൂഢ, ഇദ്ദേഹം ഇവിടുത്തെ നാടുവാഴിയാണ്. എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശവും അധികാരവും ഉള്ള ആള്. മനസ്സിലായോ? ആയിക്കോട്ടെ, ആ അവകാശം ഇവിടുത്തെ മത്സ്യങ്ങളോട് കാണിക്കരുതെന്നേ ഉള്ളൂ. അവരോട് കരയിലേക്ക് കയറാൻ പറയാ. ഇവിടുത്തെ മത്സ്യങ്ങളോട് ഇത്ര അനുകമ്പ കാട്ടാൻ നമ്മൾ ആരാണാവൂ? നാം ഈ ക്ഷേത്രത്തിലെ തന്ത്രിയാണ്, താഴമൺ മഠത്തിലെ. തന്ത്രിയാണ് പോലും തന്ത്രി. ഈ നാട്ടിലെ മന്ത്രി പറഞ്ഞാൽ പോലും അനുസരിക്കാത്തവനാ ഞാൻ. പിന്നെയാണ് ഒരു തന്ത്രി. തന്ത്രി വിഷമിക്കണ്ട, അവർ മത്സ്യം പിടിച്ചു കഴിഞ്ഞാൽ കരയിലേക്ക് കയറും. തൽക്കാലം തന്ത്രി വന്ന വഴി പോയാട്ടെ. ഇവിടുത്തെ തിരുമക്കളെ ആരും ഭക്ഷിക്കാറില്ല. ഒന്നാൽ പാവം തിന്നാൽ തീരുമെന്ന പഴമൊഴി തന്ത്രി കേട്ടിട്ടില്ലാന്നുണ്ടോ? മത്സ്യത്തെ പിടിക്കുന്നത് ഭക്ഷിക്കാൻ വേണ്ടി തന്നെയാ. അതിലുണ്ടാകുന്ന പാപം ഞാൻ അങ്ങ് സഹിച്ചു. ദൈവശാപം ചോദിച്ചു വാങ്ങരുത്. ദൈവമോ? അതാരാ? ശിവ ശിവ, ഈ ദേശത്തിന്റെ ദൈവം ഞാൻ തന്നെയാ. രക്ഷിക്കാനും ശിക്ഷിക്കാനും അർഹതപ്പെട്ടവൻ. തന്ത്രി ക്ഷേത്രകാര്യങ്ങൾ നോക്കി താന്ത്രിക വിദ്യകളിൽ ഭംഗം വരാതെ നോക്കിയാൽ മതി. മറിച്ച് നാടുവാഴികളെയും നാട്ടുകാരെയും ഭരിക്കാൻ വരരുത്. തന്ത്രിക്ക് ദേവസേവ മാത്രം മതി, മാനവസേവ വേണ്ട. നിങ്ങളെപ്പോലുള്ള വിചാരം ഈശ്വരന്റെ നിയന്ത്രണം നിങ്ങളുടെ കരങ്ങളിലാണെന്നാ. വിശ്വാസങ്ങൾ അടിച്ചേൽപ്പിച്ച് വിശ്വാസികളെ കബളിപ്പിച്ച് അന്നത്തിന് വഴി തേടുന്നവരാ നിങ്ങൾ. ശിവ ശിവ, ഇത്രയും കഠിനമായ വാക്കുകൾ പറഞ്ഞ് നമ്മെ വേദനിപ്പിക്കരുത്, അത് പൊറുക്കാനാവില്ല. ദൈവത്തിന്റെ പേരും പറഞ്ഞ് ഭക്തരെ പച്ചയ്ക്ക് ഭക്ഷിക്കുന്ന രാക്ഷസ കൂട്ടങ്ങളാ നിങ്ങള്. ഭഗവാനെ, തന്ത്രി ഈ പറയുന്ന ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ.
ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് തന്നെ ആ ദിവ്യശക്തിയിലല്ലേ? ഹ, എന്താണാവോ ആ ദിവ്യശക്തി? അറിവുള്ളതാണെങ്കിൽ ഒന്നും ഒഴിഞ്ഞാലും. പരിഹസിക്കുകയാണെന്നറിയാം, എന്നാലും കേട്ടോളൂ. ദൈവം അദൃശ്യനാണ്. അനുഭവത്തിലൂടെ മാത്രമേ നാം അത് തിരിച്ചറിയൂ. നാം എല്ലാം ശ്വസിക്കുന്ന ജീവവായു പോലും അദൃശ്യമല്ലേ? എല്ലാ ജീവജാലങ്ങളിലും ദൈവാംശമുണ്ട്. തത്വമസി എന്ന് കേട്ടിട്ടില്ലേ? അത് നീയാകുന്നു. ദൈവം നിന്നിൽ തന്നെയുണ്ട്. നിന്റെ കർമ്മത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും പ്രാവർത്തികമാക്കുകയാണ് വേണ്ടത്. പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതെ, തന്ത്രി എന്താ ഇവിടെ? നാം തിരുമക്കൾക്ക് പ്രസാദം ഊട്ടാൻ വന്നതാ. ഇന്നത്തെ ഊട്ടലൊക്കെ ഞങ്ങൾ നടത്തിക്കോളാം. തൽക്കാലം തന്ത്രി പോയാട്ടെ. ഞാനിപ്പോൾ പോകാം. പക്ഷേ ഇതിനുള്ള ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിച്ചു തന്നെ തീരും. ഈ ലോകത്ത് ഏകനായി വന്ന് ഏകനായി തന്നെ വിട പറയുന്നവരല്ലേ നാമെല്ലാം. അതിനുള്ളിൽ എന്തിനായി അഹന്ത? എല്ലാം ഭഗവാൻ കാണുന്നുണ്ടെന്ന് ഓർക്കുക. നമ്മുടെ മുന്നിൽ നിന്നും ശാപവാക്കുകൾ പറയാൻ മാത്രം ധിക്കാരമോ? തന്നെ തന്ത്രസ്ഥാനത്ത് നിന്ന് മാറ്റി പകരം ഇനി മുതൽ ഇവരെ കൊണ്ട് പൂജ ചെയ്യിക്കാൻ എനിക്കറിയാം. അതിനുള്ള അധികാരം എനിക്കുണ്ട്. ശിവ, കുളത്തോപ്പുഴ അപ്പൻ്റെ തന്ത്രിസ്ഥാനം പരശുരാമ മഹർഷി അടിയങ്ങൾക്ക് തലമുറകളായി കൽപ്പിച്ചു തന്നതാണ്. നാടുവാഴിയല്ല മഹാരാജാവ് വിചാരിച്ചാലും അത് മാറ്റാനാവില്ല. ഇനി ഇവിടെ നിന്ന് പുലമ്പിയാൽ മത്സ്യങ്ങളെ കുത്തുന്ന മുപ്പല്ലി തന്ത്രിയുടെ മാറത്താവും തറക്കുക. ശിവ, പോവുക ഇവിടുന്ന്. നാടുവാഴിക്കും മഹാരാജാവിനും ചക്രവർത്തിക്കും മേലെയാണ് ഈശ്വരൻ. അത് തിരിച്ചറിയുന്ന കാലം വിദൂരമല്ല. ഭഗവാനെ, ധർമ്മശാസ്താവേ, കുളത്തൂപ്പുഴ അപ്പ, നീ തന്നെ തുണ. അയാൾക്ക് ഭ്രാന്ത. നിങ്ങൾ പിടിക്കുക. അവന്മാരോട് കുറച്ച് മത്സ്യം മീനാക്ഷിയുടെ വീട്ടിലെത്തിക്കാൻ പറയുക. ബാക്കിയുള്ളത് നാം വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഓ ശരി അങ്ങ്. ഗോമതി, ഗോമതി, എന്താ? ദാ ഇങ്ങോട്ട് വന്നേ. ദാ വരുന്നു. ആ ദാ ഇത് കണ്ടോ, നല്ല പിടയ്ക്കണ മീന്. ആഹാ, ഇതെവിടുന്നാ? ആ വരുന്ന വഴിക്ക് കല്ലടയാറ്റില് കുളത്തുപുഴ ഭാഗത്തുനിന്ന് പിടിച്ചതാ. എന്റെ ഗോമതി, എത്ര കാലം പിടിച്ചാലും തീരാത്തത്ര മത്സ്യക്കൂട്ടങ്ങളാ അവിടെ ഉള്ളേ. എന്റെ ഈശ്വര, ഇത് ഭഗവാന്റെ തിരുമക്കളാ. എന്റെ ഭഗവാനെ, വേണ്ട വേണ്ട, ഇതിവിടെ വേണ്ട. ഇത് ഭക്ഷിക്കാൻ പാടില്ലെന്നറിയില്ലേ? കൊണ്ടുപോ. എങ്ങും കൊണ്ടുപോകുന്നില്ല. നീ ഇത് അടുക്കളയിൽ കൊണ്ടുപോയി നല്ല കുടംപുളിയൊക്കെ ഇട്ട് മനോഹരമായിട്ട് കറി വയ്ക്ക്. ഇല്ല, എന്റെ കൈകൊണ്ട് ഞാനിത് ചെയ്യില്ല. അത് മഹാപാപമാ. എനിക്ക് വയ്യ ദൈവകോപം ഏറ്റുവാങ്ങാൻ. എന്റെ ഭാര്യയായിട്ട് കഴിയണമെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിച്ചേ പറ്റൂ. ഇല്ല, എന്റെ ജീവൻ പോയാലും ഞാൻ ഇത് കൈകൊണ്ട് തൊടില്ല. ഇവിടുത്തൊക്കെ പറയും, നീ അടുക്കളയിൽ കൊണ്ടുവയ്ക്ക്. അയ്യോ, ദൈവത്തെ ഓർത്ത് ഞാൻ പറയുന്നു എന്ന് കേക്ക്. ഈശ്വര കോപം ക്ഷണിച്ചു വരുത്തരുത്. വലിയ അനർത്ഥങ്ങൾ ഉണ്ടാക്കും. ഈ ഭോഷത്തരമെല്ലാം നിന്നോട് ആരാ പറഞ്ഞേ? ഈശ്വര കോപം പോലും ആറ്റിലെ മീനുകൾ മനുഷ്യർക്ക് ഭക്ഷിക്കാനുള്ളതാ. അത് ആവോളം പിടിക്കുക, ആസ്വദിച്ച് ഭക്ഷിക്കുക. കൊന്നാൽ പാവം തിന്നാൽ തീരുമെന്ന് കേട്ടിട്ടില്ലേ? പക്ഷേ കുളത്തൂപ്പുഴയിലെ തിരുമക്കൾ ഭഗവാൻ ധർമ്മശാസ്താവിന്റെ കുഞ്ഞുങ്ങളാ. അവർ നമ്മുടെ രോഗങ്ങൾ മാറ്റും. അവർക്ക് മീനൂട്ടി നടത്തി മക്കൾ അനുഗ്രഹം വാങ്ങുന്നു. കുട്ടിക്കാലം മുതലേ ഞാൻ കേട്ടുവരുന്ന ഐതിഹ്യങ്ങളാ. മുത്തശ്ശൻ ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചതാ. ആ കിഴവിത്തള്ളക്ക് ബുദ്ധിക്ക് സ്ഥിരതയില്ല. അതുകൊണ്ടാ ഇത്തരം വിട്ടുതരങ്ങൾ നിനക്ക് പറഞ്ഞു തന്നേ. ഐതിഹ്യങ്ങളെല്ലാം വെറും കെട്ടുകഥകളാ. ഇപ്പോ കാണുന്നതാ സത്യം. നമ്മൾ ചെയ്യുന്നത് നോക്കിയിരിക്കാൻ ഈശ്വരൻ എവിടെയില്ല. അങ്ങനെ ഒരു ചിന്ത നിന്റെ ഈ തലയിൽ ഇനി വേണ്ട. ഈശ്വര സങ്കല്പം കൂടിയേ നിനക്ക് ജീവിക്കാൻ കഴിയുമെങ്കിൽ ഞാനാണ് നിന്റെ ഈശ്വരൻ. എന്റെ സുഖസൗകര്യങ്ങൾ നോക്കുകയാണ് നിന്റെ കടമ. വെറുതെ തർക്കത്തിൽ നിൽക്കാതെ പോയി മീൻ തയ്യാറാക്ക്. വേഗമാകട്ടെ. എന്റെ കുളത്തൂപ്പുഴയപ്പ, നിവർത്തിയില്ലാതെ അടിയൻ ചെയ്യുന്ന ഈ മഹാപാപം പൊറുക്കണേ ഭഗവാനെ.
വേണ്ട, നീ കഴിക്കണ്ട. അതെന്താ അവൻ കഴിച്ചാല്? അവനും കൂടെ ഈശ്വരകോപത്തിന് പാത്രം ആവണ്ടെന്ന് കരുതി. നിനക്ക് ഭ്രാന്താണ് ഗോമതി. ഇവനെ എന്റെ മകനാ. അവൻ ആഗ്രഹിക്കുന്നത് ഭക്ഷിക്കാൻ അവൻ അവകാശമുണ്ട്. നിന്റെ വിഡ്ഢിത്തങ്ങൾക്ക് ബലി കഴിക്കാനുള്ളതല്ല എന്റെ മകന്റെ ഇഷ്ടങ്ങൾ. വിളമ്പ്. നിന്റെ തിരുമക്കൾക്ക് എന്താ സ്വാദ്. എങ്ങനെയുണ്ട് ഗൗതമ? വളരെ നന്നായിട്ടുണ്ട് അച്ഛാ. ഈ കറി കൂട്ടി ഇന്ന് ഞാൻ ഒരു പറ ചോറുണ്ണു. മിടുക്കൻ. കണ്ട് പഠിക്കു ഗോമതി. നിന്റെ മൂഢസങ്കല്പങ്ങൾ വലിച്ചെറിഞ്ഞ് നീ മത്സ്യങ്ങൾ ഭക്ഷിക്ക്. വേണ്ട, പട്ടിണി ഇരിക്കേണ്ടി വന്നാലും തിരുമക്കളെ ഭക്ഷിക്കാൻ എനിക്കാവില്ല. കണ്ണിൽ കനിവുള്ളവൻ കല്ലിലും ദൈവത്തെ കാണും. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പദാതാരോ ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവം ശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമാകൃതി മംഗളം പിഞ്ചാലങ്കൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം. പഞ്ചസധ്വജമംഗളം ത്രിജഗദാമാധ്യപ്രഭോ മംഗളം പഞ്ചസ്തോപമംഗളം ശ്രുതിശിരോലങ്കാരസൻ